അറേബ്യൻ മണികിലുക്കത്തിൻ്റെ യുഎഇയിലെ ആദ്യത്തെ ഷോ ഇന്ന് ഇവിടെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ഷോ യുഎഇയിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ സ്റ്റേജ് ദുബായ് കലാമിനോടും മറ്റ് അതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ആരംഭിക്കുകയാണ് അറേബ്യൻ മണികിലുക്കം. ആദ്യ ഗാനത്തിലേക്ക് കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാഭരണം എന്ന ഒരു ചിത്രം മലയാളത്തിൽ പ്രദർശിപ്പിക്കാനായി കേവലം 2 ദിവസം പ്രദർശിപ്പിക്കാനായി എത്തുകയുണ്ടായി. മലയാളിയുടെ സംഗീത ബോധം കൊണ്ട്, സംഗീത അഭിരുചി കൊണ്ട് ഈ ചിത്രത്തെ ഒരു വർഷക്കാലം തുടർച്ചയായിട്ട് മലയാളത്തിൽ പ്രദർശിപ്പിക്കാനുള്ള ഭാഗ്യം ആ ചിത്രത്തിൽ ലഭിക്കുകയുണ്ടായി. ആ ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം എന്ന അനുഗ്രഹീത ഗായകൻ അതിമനോഹരമായി ആലപിച്ച് ശങ്കര എന്ന ഗാനം. ഈ ഗാനം ചെറിയ പ്രായത്തിൽ സ്റ്റേജിൽ കയറി പാടി തുടങ്ങിയ പ്രായത്തിൽ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കൂടി എനിക്ക് ഈ ഗാനത്തോടുകൊണ്ട് ആ ഗാനത്തിൽ തന്നെ ആരംഭിക്കുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മിമിക്രിക്കാരനാണ്. മിമിക്രിക്കാരൻ പാടുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യം തൊണ്ടയിൽ നിന്ന് വെള്ളിയോ സ്വർണ്ണമൊക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചേക്കാം. ക്ഷമിക്കുക, പൊറുക്കുക, കൂടെ നിൽക്കുക. ശങ്കര നാദ ശരീര പരാ വേദ വിഹാരാഹരാ ജീവേശ്വര ശങ്കര നാദ ശരീര പരാ വേദ വിഹാരാഹരാ ജീവേശ്വര ശങ്കര ക്ഷണ ഗാന വിലക്ഷണ രാഗമേ യോഗവനീ പ്രാണമുനീവനീ പ്രാണമേ നീതനീ പ്രാണമേ ഗാനവനീ മൗനവിചക്ഷണ ഗാന വിലക്ഷണ രാഗമേ യോഗവനീ నాదోపాసన చేసిన వాడను నీ వాడను నేనైతే నాదోపాసన చేసిన వాడను నీ వాడను నేనైతే రిక్కరీంద్రజిత కిమగిరీంద్రజిత కండరా నీలకండరా రుద్రుదరుగిణి రుద్రవీణ నిత్యగానమిది అవతరింతరా వినిధరింతరా శంకరా నాద శరీర పరా వేద విహారాగరా జీవేశ్వర శంకరా మెరిసే మెరుపులు మురిసే పెతకులు సిరిసిరు నల్వులుగా పోరు సరిమే ఉరుములు సరి సరి నటనల్ల సిరిసిరి మువ్వులుగా పోరు మెరిసే మెరుపులు మురిసే పెతకులు సిరిసిరు నల్వులుగా పోరు సరిమే ఉరుములు సరి సరి నటనల్ల సిరిసిరి మువ్వులుగా పోరు పరవసాన శిరసూగంగా
రజగురానన శివగంగా పరవసాన శిరసు గంగా రజగురానన శివగంగా నగాలెల హరినెను మునుగంగా ఆనంద వృక్కినే దడగంగా शंकरा नाद शरीरा परा वेद विहारा जीवेश्वरा शंकरा 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 ഓക്കെ, നല്ല പ്രോഗ്രാം ആയിരുന്നു. നന്നായിരുന്നു. അടിപൊളിയായിരുന്നു, പരിപാടി സൂപ്പറായിരുന്നു. ആദ്യമായിട്ട് ഗൾഫിൽ വന്നപ്പോൾ എനിക്കൊരു സമ്മാനമായിട്ടൊരു ഒരാൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ്, എനിക്ക് ചെറിയൊരു ടേപ്പ് റിക്കാർഡ് വന്നു. ആ ടേപ്പ് റിക്കാർഡ് മേടിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയി ഒരു പാട്ടൊക്കെ പാടി ആ ടേപ്പ് റിക്കാർഡിൽ എൻ്റെ കാസറ്റ്, ഞാൻ പാടിയ കാസറ്റ് ടേപ്പ് റിക്കാർഡിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പാട്ട് കേട്ടിട്ട് എൻ്റെ ചേട്ടൻ ഈ ടേപ്പ് റിക്കാർഡ് താഴെ തല്ലി പൊട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. കാരണം എൻ്റെ ചേട്ടൻ്റെ പേരും വേലായുധനാണ്. പുള്ളിയുടെ പേരും ഈ പാട്ടിലുണ്ടായിരുന്നു, വേലായുധൻ എന്നുള്ളൊരു പേരുണ്ട്. ഒരു ടേപ്പ് റിക്കാർഡ് അടിച്ച് പൊളിച്ച് കളഞ്ഞു എന്നുള്ള എനിക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് എൻ്റെ ചേട്ടൻ പൊട്ടിച്ച് കളഞ്ഞു എന്നുള്ള. പക്ഷെ ആ പാട്ടും ചേട്ടനായിട്ട് ഒരുപാട് ബന്ധമുണ്ടായി. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മുളകാട്ടത്തിലാകല്ല വേലായുധാ, എൻ്റെ മുളകാട്ടത്തിലാകല്ല വേലായുധാ. പകലും മുഴുവൻ പണിയെടുത്ത് പകലും മുഴുവൻ പണിയെടുത്ത് പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ, എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും, പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും. കാര്യം കഴിഞ്ഞു മതി കളി വേലായുധാ, കാര്യം കഴിഞ്ഞു മതി കളി വേലായുധാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും, കാര്യം കഴിഞ്ഞു മതി കളി വേലായുധാ, കാര്യം കഴിഞ്ഞു മതി കളി വേലായുധാ. പകലും മുഴുവൻ പണിയെടുത്ത് പകലും മുഴുവൻ പണിയെടുത്ത് പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ, എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ. പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ, എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ. പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ, 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 എൻ്റെ മോളെ കാട്ടത്തിലാകല്ല വേലായുധാ. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്, പരിപാടി നന്നായിട്ടുണ്ട്, അടിപൊളി, അടിച്ചുപൊളി, നമ്പർ 1 പരിപാടി കേട്ടോ. മണിച്ചട്ടൻ്റെ അടിപൊളി പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും CIDs ഉണ്ട്. ഇവിടെ തന്നെ ഒരുപാട് CIDs ഉണ്ടല്ലേ, വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, എവിടെ ഏത് ഗ്രൂപ്പിൻ്റെ ഇടയിലും അവരുടേതായ രീതിയിലുള്ള പല CIDs ഉണ്ട്. വീട്ടുകാരുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് മുതൽ നാട്ടുകാരുടേതായാലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെതായാലും ഏതെങ്കിലും സമുദായത്തിൻ്റെതായും എല്ലാത്തിൻ്റെയും CIDs ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു CIDക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. നാട്ടിൻ പുറത്തു നിന്നും ഒരു CIDയെ തേടി 2 CIDമാർ ഇറങ്ങിയിരിക്കുകയാണ് CID ഗ്രൂപ്പിലേക്ക്. ശ്രദ്ധിക്കുക. CID ഇന്റർവ്യൂള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്. ഓക്കെ. ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ, പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടുണ്ട് സാർ. അത് എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു CID ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല. അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ, ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂ. തീർച്ചയായിട്ടും വിളിക്കാം സാർ. ഒരു ശിക്കാരി ശംഭുവിനെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ. CID ഇന്റർവ്യൂ എന്നാണോ?
CID ഇന്റർവ്യൂ എന്നാണോ? CID CD അല്ലേ? CD-യുടെ CD അല്ല, CID. എടോ CID. സാർ പറഞ്ഞ ഞാൻ പറയാം. അതല്ല, CID. സാർ പറയാൻ പറയാം. CID. ശരി. ഓക്കെ CD-യുടെ മനസ്സിലായി. ഇരുക്കോളെന്ന് പറഞ്ഞ തന്റെ പേരെന്താണ്? പേരെന്താണ്? സുരേഷ്. നോട്ട് ചെയ്യൂ. സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. PS ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ പറയുമ്പോൾ സുരേഷ് PS സുരേഷ്. സുരേഷ് PS ആണോ? PS സുരേഷ് ആണോ? PS സുരേഷ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം P പിന്നെ S പിന്നെ മൊത്തത്തിൽ സുരേഷ് PS സുരേഷ് PS ആണോ? PS സുരേഷ് ആണോ? സാറ് നോക്കി വട്ടത്തിൽ എഴുതുമ്പോ സുരേഷ് PS സുരേഷ് അതെ, ആദ്യം ഒരു CIDക്ക് വേണ്ടത് അക്ഷരസ്ഫുടതയാണ്. അക്ഷരസ്ഫുടതയാണ്. അക്ഷരപുഷള ഇച്ചിരി കുറവാണ്. അക്ഷരപുഷടയല്ല, അക്ഷരസ്ഫുടത. പറയാം. ആദ്യം ഒരു CIDക്ക് വേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു CIDക്കുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അക്ഷരപുഷള ഇല്ലാത്ത സാധനം പറഞ്ഞു. എടോ, തനിക്ക് അക്ഷരസ്ഫുടത ഉണ്ടെന്നുള്ളത് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? തന്നെ ഇപ്പൊ ഞങ്ങൾ CID ആയിട്ട് എടുത്തോ. തന്റെ പേരിപ്പോൾ CID നെട്ടൂരാൻ. എന്റെ പേര് സുരേഷ് എന്നല്ലേ? ഇപ്പോ താൻ CID നെട്ടൂരാനാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ, മോഹൻലാലൊക്കെ സിനിമയിലൊക്കെ CID നെട്ടൂരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ട് അയാൾ. ഒരു കൊച്ചെന്തൊരു കിത്താവും വെച്ചോണ്ടിരിക്കുന്നത്. സങ്കല്പത്തിൽ അവിടെ ഉണ്ട്. ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു CIDയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്. CID കേട്ടോ. നെട്ടൂരാനോടാണ് നിന്റെ കളി. പറഞ്ഞേ. അതായത് ഇയാളിവിടെ നിൽക്കുന്നു, താൻ CID ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരാനോടാണ് നിന്റെ കളി. ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലിനോട് ഞാൻ പറയണം. ഇങ്ങനെ ഈ തന്റെ അക്ഷരസ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചെയ്താ പോരെ? അതെ, ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു പ്രാവശ്യം. എടോ, നെട്ടൂരാനോടാണ് നിന്റെ കളി. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അയ്യേ, ഞാനല്ല. എന്താ മണക്കണ്ടല്ല? ഞാനല്ല. അങ്ങനെയാണേ സാർ ഉറപ്പാ. എന്റെ ഇങ്ങനെയല്ല. ഉറപ്പാ. ഞാനല്ല. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ പറഞ്ഞു തരാം. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഇനി അങ്ങോട്ട് അകലേക്കൊന്നും പോണ്ട. ഇവിടെ ഒരു മിനിറ്റ്. ഈ ഹുമ്മ നടത്തോളയോ? ഞാൻ പറയാം. പ്രശ്നം ഹുമ്മ എടുത്ത് മാറ്റിക്കേ. കളഞ്ഞു. എന്റെ പേരെന്നാ?
നെട്ടൂരാൻ. അപ്പൊ ഇവരോട് പറഞ്ഞ പോരെ ആ ഹുമ്മ മാറ്റിക്കേ. നെട്ടൂരാനാണ് കളി. എന്നോടാണോടാ നിന്റെ കളി? ഇത് പറഞ്ഞാ പോരെ. പിന്നെ അതിനിടയ്ക്ക് നെട്ടൂണാണോടാ അതിനടുത്ത് ഹും. എന്തിനാ ഹും? ആണോടാ. ഓക്കെ 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 ഇങ്ങനെയുള്ളൊരു ഓക്കെ. ടൂണാണോണാണോ വേണ്ട. പട്ടിയുടെ വാല് 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ. മനസ്സിലായോ? അതെ, തന്റെ അക്ഷരസ്ഫുടത ഞാൻ വിട്ടു. ഇനി മനോബലം അളക്കാൻ പോവുകയാണ്. മനോബലം. മനോരമ തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഭാര്യനെ ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഇങ്ങോട്ട് ഭാര്യനെ കൊണ്ടുവരുന്ന ആവശ്യമുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലണം. ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം. അപ്പൊ എനിക്ക് സിഐഡിയിൽ ചാൻസ് കിട്ടും. ഒരു മനോബലം വളക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യാലോ, ഈ തോക്കും കൈ കൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ടൂണാണോടാ കളിന്ന് വെടിവെച്ച് കൊള്ളണം എന്റെ അച്ഛനെ. മനസ്സിലായോ? ആയിക്കോട്ടെ. സാർ എന്തൊരു മണ്ടത്തരം ചെയ്യണേ. ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ, അയാളെ വെടിവെച്ച് മറ്റേ ഭാര്യനെ വെടിവെച്ചു കൊല്ല. ഇത് സ്വന്തം തന്തേനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാ എടോ മണ്ട. എടോ അതാണ് സിഐഡിയുടെ ബുദ്ധി. എന്ത് ബുദ്ധി? ആ തോക്കിൽ ഉണ്ടയില്ല. ഉണ്ടയില്ല തോക്കുമായിട്ട് ഒരാളെ എങ്ങനെ വെടിവെച്ച് കൊല്ലോ? എന്തൊരു ബ്രെയിൻ ട്യൂമർ. വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. അപ്പോൾ വെടിവെച്ച് കൊന്നില്ല. കണ്ടില്ലേ? വെടിവെച്ച് കൊന്നില്ലല്ലോ. വെടിവെച്ചിട്ട് ഉണ്ട വരണ്ടേ? വെടിവെച്ചിട്ട് ചത്തില്ല. ഈ തോക്കിന്റെ പാത്തിക്കുറ ഒറ്റ അടിക്ക് കൊന്നു. അടിപൊളി പരിപാടി. നന്നായിരുന്നു. അടിപൊളി, നല്ല പ്രോഗ്രാം ആയിരുന്നു. യെസ്, ഹു ഇസ് ഇറ്റ്? ഡോൺ.
നന്നായിരുന്നു. അതെ, നല്ല രസം. ഇതുപോലത്തെ പരിപാടി മുമ്പ് കണ്ടിട്ടില്ല. ഈ നാദൃശ നന്നായിട്ട് പാരഡി എഴുതുന്ന ആളാണ്. നാദൃശ പാരഡി എഴുതാന്ന് പറഞ്ഞാൽ നാദൃശയുടെ പാരഡി അറിയാതെ പാട്ട് തെറ്റും. അത്രയും അന്നത്തെ നമ്മുടെ ഒരു മന്ത്രി വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന പാട്ട്, ആ അദ്ദേഹത്തിന്റെ സ്പീഡിനെ പറ്റി നാദൃശ ഒരു പാരഡി എഴുതും. വളരെ മനോഹരമായ വരികളാണ്. 20 പേർ പെരുവഴിയിലൂടെ നിരനിരയായി പറക്കുമ്പോ അതിലൊരു കാറ് ഒരു പാവം പ്രജയുടെ മേലിടിച്ചയ്യോ. മന്ത്രിക്കേറെ മന്ത്രിക്കാറ് മന്ത്രിയെ പയ്യപ്പോ മന്ത്രി സ്വൽപ്പം പയ്യപ്പോ മന്ത്രിക്കേറെ സ്പീഡിൽ പോണം മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം മന്ത്രിയെ പയ്യപ്പോ മന്ത്രി സ്വൽപ്പം പയ്യപ്പോ മന്ത്രിയെ പയ്യപ്പോ മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. സ്റ്റേറ്റ്സിലും ഗൾഫിലും ഓഫീസിലെ ദിവസവും ടൂറിന് പോകണം മന്ത്രിക്ക്. സ്റ്റേറ്റ്സിലെ കാറിനെ വെല്ലണ സ്പീഡ് ഇതുവഴി പോകാൻ തോന്നുമ്പോൾ സ്റ്റേറ്റ്സിലും ഗൾഫിലും ഓഫീസിലെ ദിവസവും ടൂറിന് പോകണം മന്ത്രിക്ക്. സ്റ്റേറ്റ്സിലെ കാറിനെ വെല്ലണ സ്പീഡ് ഇതുവഴി പോകാൻ തോന്നുമ്പോൾ പലരും മരിക്കും, പലതും നശിക്കും, ഇടയ്ക്കിടെ ചിലരുടെ കാലൊടിയും. മന്ത്രിക്കൊപ്പം കൂടെ പോണ പോലീസിന്റെ തെറികെട്ട കൊടുങ്ങല്ലൂരമ്മ പോലും ഓടിയൊളിക്കും. മന്ത്രിയെ പയ്യപ്പോ മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. പരിപാടി വളരെ നന്നായിരിക്കുന്നു, അടിപൊളിയായിരിക്കുന്നു. ഇതൊരു അടിപൊളി പ്രോഗ്രാമാണ്. കത്തല്ലേ കത്തല്ലേ ചെങ്കത്തല്ലേ പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാരാ. ഈ പാട്ടൊക്കെ ഞാൻ അടിച്ചു പൊളിച്ച് സലാല സ്റ്റേജിൽ പാടി. ഞങ്ങൾ സലാലയിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഇത് അടുത്ത ഖത്തറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പ്രോഗ്രാമാണ്. ഞങ്ങൾ ആൾക്കാരുടെ കയ്യടിക്കങ്ങനെ ഏറ്റുവാങ്ങി നല്ല ഉഷാറായിട്ട് ഇതേ ടീമങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെഞ്ചുറി വിഷന് വേണ്ടി മമ്മി സെഞ്ചുറി ആണ് ഞങ്ങളുടെ പ്രോഗ്രാം ഡയറക്ടർ. നല്ല അടിപൊളി പ്രോഗ്രാം. ഗ്രേറ്റ്.
കുറച്ചും വ്യത്യസ്തമായ പ്രോഗ്രാം ആയിരുന്നു, വളരെ നന്നായി ആസ്വദിച്ചു. അടിപൊളി. നമ്പർ 1 രാജു, നമ്പർ 1. സെഞ്ച്വറി സിഡി ഷോപ്പി, ഷെനോയ്സ് എതിർവശം, എറണാകുളം. മോസർബെർ, ടി സീരീസ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഓഡിയോ വീഡിയോ സിഡികളുടെ വൻ ശേഖരം. കൂടാതെ ബ്ലാങ്ക് സിഡികൾ, സിഡി ഷെല്ലുകൾ, പൗച്ചുകൾ, ഹോം തിയേറ്റർ സറൗണ്ട് സിസ്റ്റംസ്, ഹെഡ്ഫോണുകൾ തുടങ്ങി എല്ലാം വമ്പിച്ച വിലക്കുറവിൽ ലഭിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ സിഡി ഷോറൂമായ സെഞ്ച്വറി സിഡി ഷോപ്പിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സെഞ്ച്വറി സിഡി ഷോപ്പി, ഷെനായ്സ് എതിർവശം, എറണാകുളം. ഫോൺ 3267 9495 466 724. ഇന്ന് ഇന്ത്യ വിഷൻ പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വളരെ രസകരമായ രീതിയിലാണ് വാർത്ത വായിക്കുന്നത്. നികേഷ് കുമാറിനെ പോലെ പ്രഗത്ഭനായ വാർത്ത വായനക്കാരുടെ സ്റ്റൈല് കേൾക്കുവാനും കാണുവാനും ഒക്കെ ഭയങ്കര രസമാണ്. നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ളതാണ്. ഒരു ന്യൂസ് അവർ നമുക്കിവിടെ ആരംഭിക്കുകയാണ്. ഈ ന്യൂസ് അവറിലേക്ക് നമുക്കൊന്ന് കടന്നില്ലാം. ഇതിൽ നമ്മുടെ രാഷ്ട്രീയ നായകന്മാരും കടന്നു വരുന്ന ഇന്ത്യ വിഷന്റെ ഒരു ന്യൂസ് അവർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇന്ന് രാവിലെ 11 മണിക്കുള്ള വിമാനത്തിന് ന്യൂഡൽഹിക്ക് പുറപ്പെടുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് ഇപ്പോൾ ലൈനിലുണ്ട്. രാജേഷ്, എത്ര മണിക്കാണ് മുഖ്യമന്ത്രിയും സംഘവും വിമാനത്താവളത്തിലെത്തിയത്? എത്ര മണിക്കാണ് അദ്ദേഹത്തിന് ന്യൂഡൽഹിക്കുള്ള വിമാനം? ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്? ആ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ. ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി സംഘവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഏതാണ്ട് 11 മണിക്കാണ് അദ്ദേഹത്തിന് ന്യൂഡൽഹിക്കുള്ള വിമാനം. മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിക്കാമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. എന്തായാലും മടങ്ങി വരാം. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അതായത് ഗവൺമെന്റ് ശരിയല്ല. ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിലെ 6 നക്ഷത്രത്തെ കുറിച്ച് പോലും സംസാരിക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. അപ്പൊ ഗവൺമെന്റ് മാറിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പറയുവാനുള്ളൂ. താങ്ക് യു സാർ. താങ്കൾ ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ദുഃഖമുണ്ട്. വീണ്ടും മടങ്ങി വരാം. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ K. കരുണാകരനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം ലീഡർ. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? മുല്ലപ്പെരിയാർ പ്രശ്നം അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? എല്ലാവർക്കും മുല്ലപ്പെരിയാർ പ്രശ്നം തീർക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ ഒരു കുടുംബം അനാഥമായിട്ട് ആ പ്രശ്നം തീർക്കാൻ ആർക്കും സമയമില്ല. മുല്ലപ്പെരിയാർ പ്രശ്നം തീർക്കാൻ പറ്റും. ഇവന്മാരെയെല്ലാം മുല്ലപ്പെരിയാറ്റി മുക്കി കൊന്നാ മതി, അതോടെ തീരും. ഇതേപോലെയാണ് നമ്മുടെ നാട്ടിലെ ന്യൂസ് അവറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ താരങ്ങളെ ഇതിനു മുമ്പ് പല ഭാവത്തിലും പല രൂപത്തിലുമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ താരങ്ങളുടെയൊക്കെ ഒരു ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൂ, പലരും അനുകരിക്കുമ്പോൾ. എന്നാൽ താരങ്ങൾക്കൊക്കെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കരയുന്ന ശബ്ദമല്ല 5 വയസ്സുള്ളപ്പോൾ, പിന്നെ 10 വയസ്സുള്ളപ്പോൾ, 25 വയസ്സുള്ളപ്പോൾ, 50 വയസ്സുള്ളപ്പോൾ, 80 വയസ്സുള്ളപ്പോൾ. കാലഘട്ടത്തിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെയും ജീവിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ താരങ്ങൾക്കും ഈ മാറ്റമുണ്ട്. നമുക്ക് ആ മാറ്റങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ്. മലയാള സിനിമയുടെ നമ്മുടെ പ്രിയങ്കരനായ അനശ്വരനായ നായകൻ ശ്രീ നസീർ സാർ. അദ്ദേഹത്തിൻ്റെ ശബ്ദമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സ്ഥിരം ഒരു ശബ്ദമുണ്ട്. പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, മരിച്ചുപോയെങ്കിലും ഇവിടെ നിന്ന് നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഇതല്ലാണ്ട് അദ്ദേഹത്തിന് ശബ്ദമുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് സിനിമയിൽ നമ്മൾ കാണുന്നതാണ്. അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഇദ്ദേഹം
മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും പഠിക്കാൻ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ തിരിച്ചു വരും. എന്നിട്ട് സ്ഥിരമായി കാണുന്ന ഒരു സീനാണ്, പഴയ സിനിമയിലെ സീനാണ്, ഇപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അമ്മേ, അമ്മയുടെ ബാവുമോൻ വന്നിരിക്കുന്നു, അമ്മേ കണ്ണു തുറന്ന് നോക്കമ്മേ, അമ്മയുടെ ബാവുമോൻ SSLC ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി, അമ്മേ കണ്ണു തുറന്ന് നോക്കമ്മേ, അമ്മേ 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 എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം അദ്ദേഹം ജഡ്ജിയായിട്ട് അഭിനയിക്കും. അന്ന് അദ്ദേഹത്തിന്റെ പെങ്ങളെയോ ഭാര്യ ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം ഒരു വല്ലാതെ ചാണകമൊക്കെ എടുത്ത് തലയിൽ വെച്ച് കൊടുത്തൊരു വിഗും ഒരു കോട്ടും ഒരു മീശയും ഒരു പൈപ്പും ഒരു തോക്കും ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് സ്ഥിരം പറഞ്ഞ ഡയലോഗുണ്ട്, ബാല ഷെടാ, മാനം മര്യാദയ്ക്ക് ജീവിച്ച എന്റെ പെങ്ങളെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചിട്ട് ഇവിടെ വന്നിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ബാല, ദൈവം നിന്നോട് പുറത്താലും ഞാൻ നിന്നോട് പുറക്കില്ല. പിന്നെ ഒരു 4 മലക്കുത്തമ്മരിലും ഇടിയുമാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നടൻ ജനാർദ്ദൻ ചേട്ടൻ. ജനാർദ്ദൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഓ പിടികിട്ടി പിടികിട്ടി, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പൻ പൊന്നപ്പൻ, എടാ മറക്കരുതേ, നീ ഒറ്റ ഉയർത്തനായി ഇവിടെ കിടന്ന് ലൂസ് മുഴുവൻ അപ്പുറത്ത് കൊണ്ട് കൊടുക്കുന്നത്. ഓ പിന്നെ. എന്നാൽ ഇതല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വേറൊരു ടോണായിരുന്നു. അന്ന് ജോസ് പ്രകാശ് ആയിരിക്കും മെയിൻ വില്ലൻ. ഏതെങ്കിലും ഒരു വാളിൽ കുറെ മുത്തൊക്കെ പതിപ്പിച്ച് അദ്ദേഹം പറയും, ഹലോ മിസ്റ്റർ രാമു, ഈ രത്നവാൾ ഇന്നത്തെ കപ്പലിൽ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. സ്ഥിരമായിട്ട് സിംഗപ്പൂരിലാണ് ലോകത്ത് വേറൊരു സ്ഥലമില്ല രത്നവാൾ അയക്കാൻ പറ്റിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ജനാർദ്ദൻ ചേട്ടനായിരിക്കും. ആരെങ്കിലും കൊല്ലാൻ പറ്റുന്നുണ്ടാവും. അന്ന് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വന്ന് പറയും, മിസ്റ്റർ തോമസ്, ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവനെ കൊന്നുകളയുക. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവൻ മൂലം നമുക്ക് നശിച്ചിരിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ കഴുത്തിൽ തലയുണ്ടാവാൻ പാടില്ല. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മലയാള സിനിമയിലെ പല താരങ്ങൾക്കും പല വേഷങ്ങളും അഭിനയിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. മോഹൻലാലിന്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു ചിത്രമാണ് രാവണപ്രഭു. അതിൽ മംഗലശ്ശേരി കാർത്തികേയൻ എന്ന് പറയുന്ന ഗംഭീരമായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. അതിൽ ഗംഭീരമായ ഒരു സീനും ഒരു ഡയലോഗുമുണ്ട്. സിദ്ദിഖും മോഹൻലാലും ചേർന്നുള്ള ഒരു സീനാണ്. അതിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്റെ ശബ്ദം മോഹൻലാലിന്റെ അത്ര കറക്റ്റ് അല്ല, എങ്കിലും ഡയലോഗ് ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, കളരിപ്പയറ്റ് അത് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ അറിയാവുന്ന നല്ല നാടൻ തല്ലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചു പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വീട്ടൊരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുക, ഏതാണ്ട് ഇത്രയും വരും കുപ്പി. ഈ ഡയലോഗ് മലയാള സിനിമയിലെ പല താരങ്ങൾക്കും ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. ഇനി റീഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ ആഗ്രഹം ഞാനായിട്ട് സാധിച്ചു കൊടുക്കുകയാണ്. മലയാള സിനിമയുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ലാലു അലക്സ് ആണ് കാർത്തികേയനായി ആദ്യം എത്തുന്നത്. ഹലോ, വളരെ പേഴ്സണലായിട്ട് പറയുക, ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചു പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ വീട്ടിൽ അങ്ങ് പിറവത്ത് ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുക, ഏതാണ്ട് ഇത്രയും വരും കുപ്പി. പിന്നെ വർത്തമാനം നമ്മുടെ മാമുക്കോയ്ക്കും ഒരാഗ്രഹം ഉണ്ടാവില്ല, ഈ വേഷം ചെയ്താൽ കൊള്ളാവുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. കാർത്തികനായി മാമുക്കോയാണെങ്കിലോ? അസ്സലാമലൈക്കും. ബോക്സിങ് അത് നമ്മൾ പഠിച്ചിട്ടില്ല, കരാട്ടെ അതെന്താന്ന് പോലും അറിഞ്ഞൂടാ, ആകെ അറിയാവുന്ന പൊറോട്ട അടിക്കാൻ മാത്രമാണ്. പിന്നെ കളരിപ്പയറ്റ് വാൾപ്പയറ്റ് അറിയാം, പിന്നെ അറിയാവുന്നത് നല്ല നാടൻ തല്ലാണ്, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞമ്മളിടിച്ച് കുറച്ചു പേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ കിട്ടിയ 2 പല്ലാണ് ഈ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വർത്തമാനെ നമ്മുടെ KP ഉമ്മർ, അന്തരിച്ചുപോയ KP ഉമ്മർ പഴയ വില്ലൻ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ വേഷം ചെയ്യുന്നതെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് കാണാം.
ശാരദേ, ബോക്സിംഗ് ഞാൻ പഠിച്ചു, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, സമയം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ ബലാത്സംഗമാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറും. അങ്ങനെയുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം നേടുന്നത് ഞാൻ തന്നെയായിരിക്കും. അതിനുവേണ്ടി ആരും ഉറക്കം വിളിക്കണ്ട, ഓർമ്മയിരിക്കട്ടെ. നടൻ ജഗദീഷ് ചേട്ടനാണ് ഇനി ഈ വേഷം ചെയ്യുന്നതെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അത് ഞാൻ പഠിച്ചിട്ടില്ല, കളരിപ്പയറ്റ് അത് പഠിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്നത് ഈ പെൺകുട്ടികളുടെ പുറകെ നടന്നുള്ള നല്ല നാടൻ ഗച്ചുസ്മിയാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് മറ്റേ പലതും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാക്കയുടെ കയ്യിൽ നിന്നും ശരിക്കും കിട്ടി. മനസ്സില്ലാത്ത വർഗം, ഇതിനൊക്കെ വല്ല അണ്ടർവെയർ ഇട്ട് നടന്നുകൂടെ? കാശില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഒരെണ്ണം മേടിച്ചു തരാം. ഇതേപോലെ മരത്തിന്റെ മോളിൽ കയറി എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, എന്റെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല. തോട്ടെ. മലയാള സിനിമയിലെ നമ്മുടെ പ്രിയങ്കരനായ കൊച്ചിൻ ഹനീഫയാണ് ഇനി വേഷം ചെയ്യുന്നതെങ്കിൽ ബോക്സിംഗ് അത് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, കളരിപ്പയറ്റ് അത് ഞാൻ പഠിച്ചിട്ടേ. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ലുകൊള്ളലാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചുപേരുടെ പന്നികളുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൊച്ചിയിൽ ഒരു ഹോളിഷ് കുപ്പിയിലിട്ട് വെച്ചിരിക്കുക. വാടപ്പന്നികളെ കാണിച്ചു തരാം, വാടാ വാ. നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും. നമ്മുടെ പ്രിയങ്കരനായ ജോത്സ്യൻ ആറ്റുകാൽ രാധാകൃഷ്ണൻ ഒരാഗ്രഹം. നമസ്കാരം. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, കരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല, കളരിപ്പയറ്റ് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. യന്ത്രം ഉണ്ടാക്കാൻ തിരക്കി അത് മറന്നുപോയി. പിന്നെ ആകെ അറിയാവുന്നത് ഏലസ് ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിക്കലാണ്. ഇനി യന്ത്രം കൊടുത്താൽ യന്ത്രം കയറ്റി കൊല്ലുമെന്ന് ആൾക്കാർ പറഞ്ഞത് കാരണം നിർത്തി. നന്ദി. ശവസംസ്കാരം. താങ്ക് യു. നമ്പർ 1 നല്ല പരിപാടിയാണ്. பெண் இடையும் இறைவனும் ஒன்றுதான், ரெண்டும் இருந்தும் தெரிவதே இல்லை.
கேட்பதே இல்லை. അയല അയല അടി ആദിയ മാല അഹന്ത വിഴികൾ എന്ന കൂടിയ വേല ഒയില ഒയില നീ സെല്ലമിഷ്ട പേട സിസിക്ക് സിരിപ്പ് എന്ന മന്ദിര തോല. അറേബ്യൻ മണികിലുക്കം സലാലയിലെ ഒരു കിലുക്കം തന്നെയായിരുന്നു. കുറേ ഷോകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഈ കിലുക്കം സ്പെഷ്യൽ കിലുക്കമായിരുന്നു. ആർക്കും പറ്റാത്ത കിലുക്കം, മണികിലുക്കി. കണ്ണിമങ്ങ പ്രായത്തിൽ മാമ്പഴ കണ്ണിമങ്ങ പ്രായത്തിൽ മാമ്പഴമാകട്ടെ എന്റെ മാമ്പഴ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന്. വെള്ളയമ്മ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പൊന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളയമ്മ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ തന്നു എന്റെ പൊന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. ഇവര് തമ്മിൽ കാണാൻ കുറെ നേരം വൈകാണ്, എത്ര സ്ലോ. മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ, മാമ്പഴമാകട്ടേന്ന്. കോളേജിൽ പോകുമ്പം പലമുഖം കാണുമ്പം എന്നെയും ഓർത്തിടണേ എന്റെ പൊന്നാരെ, എന്നെയും ഓർത്തിടണേ. ഇന്നലെ വീട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എന്റെ പൊന്നാരെ, ആരുടെ കാശാണടി. കോളേജ് പോകുമ്പം പലമുഖം കാണുമ്പം എന്നെയും ഓർത്തിടണേ എന്റെ പൊന്നാരെ, എന്നെയും ഓർത്തിടണേ. ആരാധന പ്രൊഡ്യൂസർ എന്നെ ഈ പാട്ട് പാട്ടിൽ അടിക്കാൻ വന്നത് ആദ്യം അടി കൊച്ചു മാത്രം. ചേട്ടാ അതാ ചേച്ചി പഠിപ്പിച്ചു കൊടുത്താ, ചേട്ടന്റെ ചേച്ചി ഈ പാട്ട് പാടി അടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കാം. അയ്യോടാ പാവം. ഇത്രയും നാള് സലാലയിൽ ഈ 18 വർഷമായിട്ട് ഏറ്റവും നല്ല ഷോ റിയലി കേരള ഷോ മണികിലുക്കം വളരെ ഉഷാറായിരുന്നു. ഫാമിലി എൻ്റർടൈൻമെൻ്റാണ്, എൻജോയ്മെൻറ്റ്, അടിപൊളി. എല്ലാ പരിപാടികളും നല്ല അടിപൊളി പരിപാടിയാണ്. കാലത്തെ നിന്നെ കാണാൻ വന്നിട്ടും തമ്പ്രാനാരോ ഒന്നൊന്നും മിണ്ടിടാതെ കാതോരം തന്നിടാതെ തെങ്ങുമായുന്നാരോ നാരില്ലേ എന്താണെന്നേ ഏതാണെന്നേ എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നെയില്ലെന്നോ മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നിട്ടും തമ്പ്രാനാരോ മുറ്റത്തെ മുല്ലേ ചൊല്ല്.
പ്ലീസ്. കയ്യെത്തും ദൂരെയില്ലേ, ദൂരത്തോ മെയ്യുന്നില്ലേ, മെയ്യുമ്പോഴെല്ലാം മുള്ളും നാടോടിയല്ലേ, നാടോടി പാട്ടും പാടി ഊഞ്ഞാലം നാടുന്നില്ലേ, ആടുമ്പോൾ കൂടെ ആടാൻ പെണ്ണില്ലേ, കള്ളിപ്പെണ്ണിന്റെ കള്ളക്കണ്ണിന്നു മിന്നിച്ചു മുന്നു, മുട്ടത്തെ മുള്ളി ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നിട്ടും തമ്പ്രാനാരോ, മുട്ടത്തെ മുള്ളി ചൊല്ല്. മഞ്ഞത്ത് ചൂടും തേടി തീരത്തായോടുന്നില്ലേ, തീരത്തെ ചേമ്പിൽ തന്നെ ആറാടുന്നില്ലേ, ആറാടും തീരും നേരം മൂവാവിൻ മുമ്പിൽ ചോദിക്കാതെന്നും താനേ ചായുന്നോനല്ലേ, കണ്ണിപ്പെണ്ണല്ലേ മായമാറ്റല്ലേ കൊഞ്ചിക്കുന്നില്ലേ, മുട്ടത്തെ മുള്ളി ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നിട്ടും തമ്പ്രാനാരോ, ഒന്നും മിണ്ടിയിടാതെ കാതോരം തന്നിടാതെ എങ്ങോ മായുന്നാരോ, പേരില്ലേ നാടില്ലേ എന്താണെന്നേ ഏതാണെന്നേ, എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നേയില്ലെന്നോ, മുറ്റത്തെ മുള്ളി ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നിട്ടും തമ്പ്രാനാരോ, മുറ്റത്തെ മുള്ളി ചൊല്ല്. താങ്ക് യു. അടിപൊളി കേട്ടോ, സൂപ്പർ. ഞാൻ ഈ വേദിയിലേക്ക് ഒരു 3 കപ്പിൾസിനെ ക്ഷണിക്കുകയാണ്. ധൈര്യമായിട്ട് ഒരു 3 ജോഡി ഈ വേദിയിലേക്ക് വരിക. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ കാമുകി കാമുകന്മാരായാലും മതി, കുഴപ്പമില്ല. 4 പ്രൈസ് സ്പോൺസർ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ. മൊബൈൽ ഫോൺ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അല്ലേ? ഒരു മൊബൈൽ ഫോൺ സ്പോൺസർ ചെയ്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ സിറ്റി കോർണർ റെസ്റ്റോറൻറ്റിൻ്റെ വക ഒരു മൊബൈൽ ഫോൺ, അൽ അഫ്ദൻ ട്രേഡിങ്ങിൻ്റെ വകയായി VCD പ്ലെയർ, സ്റ്റാർ വേൾഡിൻ്റെ വകയായിട്ട് ഒരു DVD പ്ലെയർ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗാനം, നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ എന്ന ഗാനത്തോടൊപ്പം ഈ 4 പ്രണയ ജോഡികളും ഇവിടെ പ്രേമം സീൻ അഭിനയിക്കാൻ പോവുക. നിങ്ങളാണ് ജഡ്ജസ്, നിങ്ങൾ തീരുമാനിക്കുക ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആരാണെന്ന്. റെഡി? നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണി മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ.
ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണി മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ ആക്റ്റീവാകട്ടോ. സ്നേഹിച്ചു കൊതി തീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ സ്നേഹിച്ചു കൊതി തീരും മുമ്പേ എന്നെ തനിച്ചാക്കി അകന്നിടുമോ ഒന്നും രണ്ടാണ് നമ്മളെന്നും ഒന്നാണ് എൻ്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണി മുന്നിൽ നീയാണ് കണ്ണടച്ച നീയാണ് ഫാത്തിമ ഫാത്തിമ കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലെ ഏഴാം കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലെ ഒന്നും മിണ്ടാതെ എന്റെ നൊമ്പരം കാണാതെ എന്റെ കൽവിനൊളിവേ ഫാത്തിമ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണി മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ ഒരു നാളിൽ ഞാൻ ഇവിടെ വരുന്നുണ്ടിൽ പൂമോളെ മഹർമാലയണിക്കാൻ നിന്നിച്ചാരേ ഒരു നാളിൽ ഞാൻ ഇവിടെ വരുന്നുണ്ട് പൂമോളെ മഹർമാലയണിക്കാൻ നിന്നിച്ചാരേ താളമേളം ഇല്ലാതെ നരികളൊപ്പന പാടാതെ നിന്നെ ഞാനെന്ന് സ്വന്തമാക്കിയ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ച നീയാണ് ഫാത്തിമ ഫാത്തിമ ഫൈനൽ റൗണ്ട് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിനുള്ളിൽ നീയാണ് കണ്ണടച്ച നീയാണ് ഫാത്തിമ ഫാത്തിമ അടിപൊളി പരിപാടിയായിരുന്നു.
പരിപാടി വളരെ അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. പരിപാടി വളരെ വളരെ അടിപൊളിയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. अब उसको बताते जरा मुझको बताते मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे हवा हवा ये हवा खुशबू लुटाते कहाँ गुली अगुली सुल्फो बताते अब उसको बताते जरा मुझको बताते मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे ये किसी के चेहरे का रंग गिर गया बिछड़ा हुआ यार कोई उसको मिल गया ये किसी के चेहरे का रंग गिर गया बिछड़ा हुआ यार कोई उसको मिल गया कैसे मिल गया कहाँ मिल गया हमने तो ढूंढ लिया सारा जमाना हवा हवा ये हवा खुशबू लुटाते कहाँ गुली गुली सुल्फो बताते अब उसको बताते जरा मुझको बताते मैं उससे मिलूंगा एक बार मिला दे यार मिला दे दिलदार मिला दे यार मिला दे दिलदार मिला दे ये यादा भी उसकी क्या काम कर गई जाते जाते ये कदीम शाम कर गई ये यादा भी उसकी क्या काम कर गई जाते जाते ये कदीम शाम कर गई शाम कर गई तेरे नाम कर गई ऐसे हसीन को अपना बनाना हवा हवा ये हवा खुशबू लुटाते कहाँ खुली गुली सुल्फो बताते अब उसको बताते मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे यार मिला दे यार मिला दे वो गुजर गई जिंदगी की रुख को जाया कर गई आज मेरे पास से वो गुजर गई उसने जो कहा मैंने भी सुना दीवानी और किसी को न बताना हवा हवा ये
वो बताते अब उसको बताते सारा मुझको बताते मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे यार मिला दे यार मिला दे हवा हवा ये हवा खुशबू लुटाते कहाँ गुले अगले तुल वो बताते अब उसको बताते सारा मुझको बताते मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे यार मिला दे यार मिला दे ഇവൻ കൂവാറായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അവൻ കൂവാറായി. ജയസൂര്യയുടെ പുത്രൻ ജയസൂര്യ പാടുന്നത് അത്ഭുതത്തോടുകൂടി നോക്കിയൊക്കെയാണ്. ഇത് സൂപ്പർ, വളരെ നന്നായിരുന്നു. നല്ല അടിപൊളി പരിപാടിയാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് പള്ളിയിൽ അച്ഛന്മാരെ പരിചയമില്ലാത്ത ആളുകൾ ചുരുക്കമാണ്. കാരണം ഏത് മതസ്ഥരിൽപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛനായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവും. പലപ്പോഴും പല പള്ളിയിലെ അച്ഛന്മാരും എന്തെങ്കിലുമൊക്കെ കഥകളിൽ ഭാഗമൊക്കെ ആകാറുണ്ട്. കാരണം അവരെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്ത കഥകൾ, അല്ലെങ്കിൽ തമാശയ്ക്കായാലും കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ പലരുടെയും ഒരു പ്രത്യേകതയാണ്. ഇവിടെ വളരെ പരിശുദ്ധനായ ഒരു പുരോഹിതന്, ഒരു പള്ളിയിലെ അച്ഛന്, ഇത്രയും കൃത്യമായിട്ട് ജീവിക്കുന്ന ഈ പള്ളിയിലെ അച്ഛന് വരെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടുകാൻ എന്താണ് കാരണം എന്ന് നമുക്കൊന്ന് കണ്ടറിയാം. പരിശുദ്ധനായ ഒരു പള്ളിയിലെ അച്ഛനും ഒരു കൊച്ചു കള്ളനും. അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ, അയ്യോ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ, അയ്യോ അച്ചോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എനിക്ക് സ്തുതി എന്നപ്പോ വളരെ ചെറുതായി പോയത്. നീ ഇത്രയല്ലേ ഉള്ളൂ, അത്ര മതി. എന്റെ അച്ചോ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ആ കൊച്ചിൻ ഹൈദ്രോസ് കത്തിയായിട്ട് നടപ്പുണ്ട്. എന്തിനാ കുഞ്ഞാടെ നിന്നെ കൊച്ചി ഹൈദ്രോസ്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അവന്റെ ആടിനെ ഞാൻ വെറുതെ ഒന്ന് എടുത്തു, അതിനാ അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നേ. ഒരു ആടിനെ വെറുതെ എടുത്തതിന് എന്തിനാ കൊല്ലാൻ വരുന്നേ? എന്റെ പൊന്നച്ചോ, അവന്റെ ആടിനെ അവനോട് ചോദിക്കാതെ ഞാൻ അറിയാതെ കറി വെച്ചു. അത് തെറ്റാണോ അച്ഛാ? സാത്താന്റെ കുഞ്ഞെ, അതിനെ പറയുന്നത് മോഷണം എന്നാണ്. കുഞ്ഞാടെ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആ ഹൈദ്രോസിന്റെ ആടിനെ മോഷ്ടിച്ചിട്ട് മരിച്ച് സ്വർലോകത്ത് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നീ അവന്റെ ആടിനെ എടുത്തോ, അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? എന്റെ പൊന്നച്ഛ, അതൊക്കെ കുറെ നാൾ കഴിഞ്ഞു മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ കാര്യമല്ലേ പറയുന്നേ. അപ്പൊ ആടും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, അവനും ഉണ്ടാവും, ചിലപ്പോ അച്ഛനും ഉണ്ടാവും. അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവന്റെ ആടിനെ അവന് കൊടുത്തേക്കാം, പ്രശ്നം തീർന്നില്ലേ? അയ്യോ അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ. എന്റെ കുഞ്ഞെ, എനിക്ക് അറിയത്തില്ല, ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ പൊന്നച്ഛ, എന്തെങ്കിലും ഒരു വഴി കാണും, എന്നെ രക്ഷിക്ക്. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എടാ, എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. ഈ ഹൈദ്രോസിന്റെ കയ്യിൽ നിന്ന് ഒരു പന്നിയും രക്ഷപ്പെട്ടില്ല. പന്നി. അച്ഛോ, ഞാനൊരു വഴി കാണുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഞാനൊരു വഴി കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്, ഞാൻ വേറെ വിളിച്ചോ. എടാ പന്നി, നിന്നെ വിടില്ല. എടാ ഞാൻ വിടില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ. അച്ഛാ, ഓ ആ ശശി ഇങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നോ? ഞാൻ ശശിയെ കണ്ടില്ലല്ലോ. അച്ഛാ, എന്ത് തെമ്മാടത്തിനും കാണിച്ചെന്നറിയാമോ? എന്താണ്? എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ആടിനെ അവൻ കൊന്നു നിന്നച്ചാ. അവനെ കൊല്ലണം. കൊല്ലണം, അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛറിയോ, ഒരു ഗുണ്ട എന്റെ ആടിനെ പൊട്ടിക്കാൻ ഉണ്ട് എങ്ങനെ തയ്യാറാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ശശി. അവൻ ഇവിടെ ഇങ്ങോട്ടോ പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഇങ്ങോട്ട് വന്നവൻ ഞാൻ ഇവിടെ വരെ കണ്ടല്ലേ ഓടി വരുന്നത്. അച്ഛനറിയാതെ അവൻ എങ്ങോട്ട് പോവില്ല. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ഹൈദ്രോസേ. ഒരു വൈദികനോട് ചോദിക്കുന്നത്, കള്ളം പറയരുത്. എന്റെ ആടിനാണ് അവൻ കൊന്നു നിന്നത്. അച്ഛൻ മര്യാദയ്ക്ക് പറഞ്ഞു, അവൻ ഇവിടുന്ന് എവിടെ പോയിട്ടില്ല. എന്റെ ഹൈദ്രോസേ, ഞാൻ ചെകുത്താന്റെയും കടലിന്റെ നടുക്കെയാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛാ, ഉള്ളത് പറഞ്ഞോ. അവൻ എവിടെ ഉണ്ട്? അച്ഛൻ എവിടെ പോവില്ല. അവൻ മര്യാദയ്ക്ക് പറഞ്ഞോ. ഈ ഹൈദ്രോസ് ഉണ്ടല്ല,
കത്തി ഒറേ നൂറിയാല് രക്തം കണ്ടിട്ട് ഇവിടെ കുത്തികള് അയ്യോ ഞാൻ പറയാം, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ കറുത്തിട്ടുള്ള ആ കുഞ്ഞ് കള്ളനല്ലേ? അതെ, ആ കൊച്ചു കള്ളൻ എന്റെ ലോയ്ക്കുള്ളിലുണ്ട്. അയ്യേ വൃത്തികെട്ടവൻ. ഹൈദ്രോസേ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത കുഞ്ഞ് കള്ളനല്ലേ? അത് തന്നെ. തെമ്മടത്തിൽപ്പെട്ടോ ആ കുഞ്ഞുകളൻ ലോഹയ്ക്കകത്തുണ്ടെന്ന ഒരു നീ എന്താണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അറിയില്ല. ദൈവമേ, സാത്താന്റെ കുഞ്ഞ് എന്റെ ലോഹിക്കുള്ളിലുണ്ട് ആ കുഞ്ഞ് കള്ളൻ. തെമ്മടത്തിൽപ്പെടല്ല, അച്ഛൻ കുത്തി മത്തുകളെ പന്നി. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പൊക്കി നോക്കിയോളൂ. അയ്യേ, എന്നാ ഞാൻ പൊക്കി തരാം. നീ പുറത്തേക്ക് പോടാ, നിന്നെ ആരാ വൈദ്യുതി കാണിച്ചതാണ്. ഒരു വൈദികനെയാണ് പറഞ്ഞേ. ഒരു വൈദികനെ പറ്റി ഇത്രയും മോശമായി പറയാനേ പാടില്ല. ഉണ്ടേ പുറത്തേക്ക് വന്നുള്ളൂ. കുഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ലോഹയ്ക്കുള്ളിലെ വാസം? വാസമൊക്കെ സുഖപ്രദമായിരുന്നു അച്ചോ. ഒറ്റ അപേക്ഷയുള്ളൂ. എന്താണ്? വല്ലപ്പോഴും എങ്കിലും ഈ ലോഹേ ആ അരമനയൊക്കെ ഒന്ന് കഴുകിയിടച്ചോ. നിന്റെ കൊല്ലി. കൊള്ളായിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു. ആ നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല പ്രോഗ്രാം ആയിരുന്നു.
അസലായിട്ടുണ്ട് വെടിക്കെട്ട്. നല്ല പ്രോഗ്രാം ആയിരുന്നു. അടിപൊളി, നല്ല പ്രോഗ്രാം. സെഞ്ച്വറി CD ഷോപ്പി ഷെനോയ്സ് എതിർവശം എറണാകുളം. മോസർബെർ ടി സീരീസ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഓഡിയോ വീഡിയോ സിഡികളുടെ വൻ ശേഖരം. കൂടാതെ ബ്ലാങ്ക് സിഡികൾ, CD ഷെല്ലുകൾ, പൗച്ചുകൾ, ഹോം തിയേറ്റർ സറൗണ്ട് സിസ്റ്റംസ്, ഹെഡ്ഫോണുകൾ തുടങ്ങി എല്ലാം വമ്പിച്ച വിലക്കുറവിൽ ലഭിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ CD ഷോറൂമായ സെഞ്ച്വറി CD ഷോപ്പിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സെഞ്ച്വറി CD ഷോപ്പി ഷെനോയ്സ് എതിർവശം എറണാകുളം. ഫോൺ 3267 9495 466 724. La 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 la, hey 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 hey, come on, come on. सिफारिश जो करता हमारी देता वो तुमको बता, शर्मों में आगे पर्दे गिराके करती है हमको खता। जिद है अब तो है खुद को मिटाना, होना है तुझ में फना। जान सिफारिश जो करता हमारी देता वो तुमको बता, शर्मो है आगे पर्दे गिरा के करती है हमको खता। गुजर जाने दे, हो तेरे में चकी है कि जैसे डाली दिल में उतर जाने दे। और जब बाहों में करके बहाना होना है तुझमें बना। जान सिफारिश जो करता हमारी बेटा वो तुमको बता, शर्मों गया के पर्दे गिरा के गर्मी है हमको बता। Everybody come on, let's go. Subhan Allah, 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 Subhan Allah। ये जो इरादे बता दूं तुमके शर्मा ही जाओगी तुम, धड़कने जो सुना दो तुमको घबरा ही जाओगी तुम। हम तो आता नहीं है छुपाना, होना है तुम्हें बना। चाहे सिफारिश जो करता हमारी बेटा वो तुमको बता, शर्मों गया के पर्दे गिरा के गर्मी है हमको बता। सिद्ध है अब तो है खुद को मिटाना, होना है तुझ में फना।
താങ്ക് യു സോ മച്ച്. നിസാർ വയനാടിന്റെ പാട്ട് സംഭവം വളരെ കാലത്തിന് ശേഷം അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. നല്ല പ്രോഗ്രാം, സൂപ്പർ പരിപാടി. യേശുദാസ് എന്ന അനുഗ്രഹീത ഗായകനെ കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അഭിമാന ഗായകനാണ് ദാസേട്ടൻ. ദാസേട്ടനെ കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്നേഹം, ഒരു ബഹുമാനം, അത് ഞാൻ വരികളിലാക്കിയതാണ്. ദാസേട്ടനെ കുറിച്ച് ഞാൻ എഴുതിയ ഒരു പാരഡി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാരഡി, യേശുദാസ് എന്ന മഹാനായ ഗായകൻ്റെ ലൈഫ് ഹിസ്റ്ററി. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൽ വരദാനമാണ് ശബ്ദം. മലയാളത്തിൽ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ്വഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഗാനഗന്ധർവ്വഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. കൊച്ചി എന്ന സ്ഥലത്തങ്ങ് ജനിച്ചു. ചെമ്പയുടെ കീഴിൽ പോലും പാട്ട് പഠിച്ചു. സംഗീതത്തിൽ വളരുവാനങ്ങ് ശ്രമിച്ചു. പക്ഷെ പലരും അന്നങ്ങയെ അവഗണിച്ചു. ഗുരുദേവൻ രചിച്ചൊരു ശ്ലോകവുമായി അങ്ങ് ഗായക ജീവിതം തുടങ്ങി വച്ചു. ഗായകരിൽ താരമായങ്ങോദിച്ചുയർന്നു. പ്രഭ ചൊരിയുന്ന പെൺകുട്ടിയെ അങ്ങ് വരിച്ചു. തൂവെള്ള വസ്ത്രങ്ങൾ സ്ഥിരം ധരിച്ചു. ഗായകരിൽ പലരും അതനുകരിച്ചു. ഇന്ന് ലോകമറിയുന്ന ഗായകനായി അങ്ങ് പല പല ഭാഷയിൽ പാടിടുന്നു. ഗാനഗന്ധർവ്വഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. ശബരിമലയിലുള്ള സന്നിധാനത്തിൽ എന്നും അങ്ങയുടെ പാട്ട് കേട്ട് നടയടയ്ക്കൂ. ബഹുമതി അനവധി നേടിയെടുത്തു. അങ്ങ് മധുരിക്കും ഗാനങ്ങളാൽ മനം നിറച്ചു. സർവമത ഗാനങ്ങളും പാടി
പാടി സ്തുതിച്ചു. പിന്നെ സർവമത സ്നേഹത്തിനും അങ്ങ് ശ്രമിച്ചു. താടിയുള്ള നിൻമുഖത്തെ ദിവ്യ തേജസ്സും ശരീരത്തിനെന്നുമുള്ള നവ്യവോജസ്സും 1000 ആണ്ടുകൾ പിന്നിടുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നിടുന്നു. സത്യൻ മുതൽ പൃഥ്വിരാജു വരെ അങ്ങ് പാടിയ പാട്ടിന് ചുവടുവച്ചു. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് മഴയായിടും. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് മഴയായിടും. അടിപൊളി പരിപാടിയാണ്, വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കോമഡി, ഡാൻസ് എല്ലാം ഇഷ്ടമാണ്. യുഎയിൽ വന്നിട്ടുള്ള പരിപാടികൾ വെച്ച് വളരെ വ്യത്യസ്തവും വളരെ അടിപൊളിയുമായിരുന്നു. സൂപ്പർ പരിപാടി, വെരി ഗുഡ്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് എല്ലാ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളോടും നന്ദി. 1000 നന്ദി. റെഡി? 1 2 1 2 3 स्टार्ट. बड़ी रात है, सोनी गुड़ियों का भी साथ है, वो जीने के ले मजा, अरे डरने की क्या बात है. नारे 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 ओ सत्ते नाल रहेंगे ते आशी करोगे, जिंदगी ते सारे मजे कैशी करोगे. सत्ते नाल रहेंगे ते आशी करोगे, जिंदगी ते सारे मजे कैशी करोगे. सत्ते नाल सत्ते नाल सत्ते नाल सत्ते नाल. ഇത് ഞങ്ങളുടെ കോസ്റ്റ്യൂമർ കുഞ്ഞപ്പേട്ടൻ ഞങ്ങൾക്ക് വസ്ത്രമൊക്കെ റെഡിയാക്കിയ ആളാണ്. बल्ले बल्ले मेरे शाम बल्ले बल्ले, तेरा झूठ बल्ले बल्ले, मेरे हाल बल्ले बल्ले. देखा तुझे के मुझे प्यार हो गया, तेरी गया तो दिल को गया. ओ नहीं ओ नहीं ओ തോട്ടുവരമ്പ് പോകുന്നേരം തോട്ടുവരമ്പത്തോരു ഏനത്തണ്ടൻ
ഞാനും അടിയന് കൂടി തോട്ടുവരമ്പെ പോകുന്നേരം തൊട്ടുപറമ്പത്തൊരു ജനതണ്ടൻ ഞാനും അടിയന് കൂടി തോട്ടുവരമ്പെ പോകുന്നേരം തൊട്ടുപറമ്പത്തൊരു ജനതണ്ടൻ കൂടെ എടുത്ത് നാലും കൂട്ടി കുറുക്കി നടക്കുന്നതാരാണ് ഞാനല്ല മരുന്നല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിലെ പള്ളിയുറങ്ങാൻ പൂപ്പര് പോണതാണേ അന്തിക്കടപ്പുറത്തൊരോടത്തൂടെ എടുത്ത് നാലും കൂട്ടി കുറുക്കി നടക്കുന്നതാരാണ് കൊട്ടപ്പം കൊയിലാങ്ങിളെ കൊയിലപ്പം വിളിയാങ്ങിളെ ഏലൂരും കുഞ്ഞിക്കണ്ണം കുഞ്ഞാങ്ങളെ കൊട്ടപ്പം കൊയിലാങ്ങിളെ കൊയിലപ്പം വിളിയാങ്ങിളെ ഏലൂരും കുഞ്ഞിക്കണ്ണം കുഞ്ഞാങ്ങളെ നല്ലൊരു ആങ്ങളമാര് പാടിത്തരൂ വാങ്ങി കുടി നല്ലൊരു പെങ്ങന്മാരും നാടിത്തരും നല്ലൊരു പെങ്ങളമാര് പാടിത്തരൂ വാങ്ങി കുടി നല്ലൊരു പെങ്ങന്മാരും നാടിത്തരും കൊട്ടപ്പം കൊയിലാങ്ങിളെ കൊയിലപ്പം വിളിയാങ്ങിളെ ഏലൂരും കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ ചെമ്മരിയാട്ടിൻ കുട്ടി ചെമ്മരിയാട്ടിൻ കുട്ടി കുയിലിനെ തേടി കുതിച്ചു പായും മാല പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം ഞാനൊരു കിന്നാരം ചോദിക്കാം കുട്ടനാടൻ മുഞ്ചകിലെ കൊച്ചു തന്നെ കുയിലാളെ വേണം കുഴൽ വേണം കുരവ വേണം मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे बोलो भारत माता की जय बोलो भारत माता की जय बोलो भारत माता की തകർപ്പനല്ലേ ഇതുപോലുള്ള പരിപാടികളാണ് യു എയിൽ വേണ്ടത് ഇതുപോലുള്ള അടിപൊളി നല്ല പരിപാടി പ്രതീക്ഷിക്കും
അടിപൊളി അടിപൊളിയാണ്. പ്രോഗ്രാം അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കലാമണിയുടെ നാടൻ പാട്ട്. ഗുഡ് ഷോ. അടിപൊളി പ്രോഗ്രാം, അടിപൊളി, ഫാന്റാസ്റ്റിക് പ്രോഗ്രാം, ഫാന്റാസ്റ്റിക്,